ഇടുക്കിയിൽ ഇടതു മുന്നണിക്ക് CPIക്കുള്ള ഏക സീറ്റാണ് പീരുമേട് നിയോജക മണ്ഡലം. MLA ആയിരുന്ന വാഴൂർ സോമൻ അന്തരിച്ചതിനു ശേഷം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായി ജില്ലാ സെക്രട്ടറി K. സലീംകുമാർ അടക്കം 4 പേരുകൾ ഉയർന്നു കേൾക്കുന്നു. മുന്നണി ധാരണ പ്രകാരം പീരുമേട് മണ്ഡലം CPIക്ക് നൽകിയതിനു ശേഷം ഒരു തവണ മാത്രമാണ് ഇവിടെ UDFന് വിജയിക്കാനായത്. 1967 മുതൽ പരിശോധിച്ചാൽ പീരുമേട് മണ്ഡലത്തിൽ UDFന് 2 തവണ മാത്രമാണ് വിജയിക്കാനായത്. 1977 മുതൽ CPIയുടെ ഏക മണ്ഡലമാണ് ഇടുക്കി ജില്ലയിലെ പീരുമേട്. 2 തവണ CA കുര്യനും 3 തവണ ES ബിജിമോളും ഏറ്റവും ഒടുവിൽ വാഴൂർ സോമനും വിജയക്കൊടി നാട്ടിയ ഇടതുകോട്ട. കടുത്ത മത്സരം നടക്കുമ്പോൾ പോലും നേരിയ ഭൂരിപക്ഷത്തിലും പീരുമേട് ഇടതിനൊപ്പം നിന്നു. ES ബിജിമോൾ 2016 വിജയിച്ചത് 395 വോട്ടുകൾക്ക് മാത്രം. ഇതിനുശേഷം വാഴൂർ സോമൻ മണ്ഡലം നിലനിർത്തിയത് 1835 വോട്ടുകൾക്കാണ്. ആകസ്മികമായ വാഴൂർ വിട പറഞ്ഞതിനു ശേഷം എത്തുന്ന തിരഞ്ഞെടുപ്പിൽ ഇത്തവണ ഇടത് സ്ഥാനാർത്ഥി ആരാകുമെന്ന ചോദ്യത്തിനും പ്രസക്തിയേറുന്നു. പ്രധാനമായും ഇവിടെ 4 പേരുകൾ ഉയരുന്നുണ്ട്. ആദ്യ പേര് CPI ഇടുക്കി ജില്ലാ സെക്രട്ടറി K. സലീംകുമാറിൻ്റെതാണ്. എന്നാൽ ജില്ലാ നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുന്ന കുറച്ചു പേർക്ക് ഇതിൽ അതൃപ്തിയുണ്ട്. അതുകൊണ്ട് തന്നെ വാഴൂർ സോമന്റെ മക്കളിലൊരാളെ സ്ഥാനാർത്ഥിയാക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. മറ്റൊരു പ്രധാന പേര് ES ബിജിമോളുടേതാണ്. 3 തവണ മണ്ഡലം ഇടതിനൊപ്പം നിലനിർത്തുകയും പീരുമേടിനെ അടുത്തറിയാവുന്ന ആളെന്ന നിലയിലും ബിജിമോളുടെ പേരും ഉയരുന്നു. മാത്രവുമല്ല, കഴിഞ്ഞ തിരഞ്ഞെടുപ്പിന്റെ ചുക്കാൻ പിടിച്ചതും ബിജിമോൾ തന്നെ. മറ്റൊരു പേര് ട്രേഡ് യൂണിയൻ നേതാവായ ജോസ് ഫിലിപ്പിന്റേതാണ്. സ്ഥാനാർത്ഥി പട്ടികയിൽ നേതാക്കളുടെ പേരുകൾ ഉയരുമ്പോൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രതികൂലവും അനുകൂലവുമായ നിലപാടുകൾ ഉയരുമ്പോൾ പീരുമേട് മണ്ഡലം ഇടതുകോട്ടയായി നിലനിർത്താൻ ഈ 4 പേരിൽ ആരാകുമെന്ന ആകാംക്ഷയിലാണ് പീരുമേട്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.